വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യയുടെ യുദ്ധവിമാനം തേജസ് തകർന്നു വീണുവെന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വലിയ വാർത്തയാണ്. ആ തേജസ് തകർന്നു വീഴുന്നതിന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. താഴെ വീണ് വലിയ അഗ്നിഗോളങ്ങളായി വീഴുന്ന ദൃശ്യങ്ങൾ ദുബായിൽ എയർ ഷോ ഇടയിലാണ് തേജസ് യുദ്ധവിമാനം തകർന്നു വീണത്. അതിൻ്റെ ദൃശ്യങ്ങൾ അല്പസം മുമ്പാണ് ആ വാർത്ത സംഭവിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ദൃശ്യങ്ങളാണ് ഇത്. അവിടെ എയർ ഷോ നടക്കുകയായിരുന്നു. എയർ ഷോയിൽ നമ്മുടെ സൈനിക കരുത്ത് കാണിക്കുന്ന ഒരു എയർ ഷോ ആയിരുന്നു അത്. അതിനിടയിലാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം അവിടെ തകർന്നു വീണത്. ടെറിബിൾ ന്യൂസ് ഓഫ് ഇന്ത്യസ് തേജസ് ക്രാഷിംഗ് ഇൻ ദുബായ് എയർ ഷോ, നോ ഇജക്ഷൻ ബൈ പൈലറ്റ് സ്പോട്ടഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പൈലറ്റ് രക്ഷപ്പെട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തേജസ് ക്രാഷിംഗിൽ പൈലറ്റിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ അല്പസമയത്തിനും അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും അറിയാമെന്ന്. അല്പസമയം മുമ്പാണ് ഈ സംഭവം സങ്കടകരമായ ഈ സംഭവം ഉണ്ടാവുന്നു. വലിയ ഭീകരമായ ദൃശ്യങ്ങളാണെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ യുദ്ധവിമാനമാണ് ദുബായിയുടെ മണ്ണിൽ അവിടെ തകർന്നു വീണ് വലിയ തീഗോളങ്ങൾ അത് ഉയർത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് ഉണ്ടായത്? എന്താണ് അപകടത്തിന് കാരണം എന്നറിവാകുന്നുണ്ടോ? ഹാഷ്മി, ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. വൈകിട്ട് 3:30യോടെയാണ് ഈ അപകടമുണ്ടായത്. ദുബായ് എയർ ഷോക്കിടെയാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത്. ഏരിയൽ ഷോ നടക്കുന്നതിനിടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം എന്നുള്ളത് ഈ വിമാനം തകർന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ പാരച്യൂട്ട് ഉപയോഗിച്ച് പൈലറ്റ് ഇജക്ട് ചെയ്യുന്നത് കാണാൻ കഴിയുന്നില്ല. പൈലറ്റ് അപകടത്തിൽ മരിച്ചു എന്ന ഒരു നിഗമനം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു യുദ്ധവിമാനമാണ് തേജസ്. ഇന്ത്യ പ്രാദേശികമായി നിർമ്മിച്ച HAL പ്രാദേശികമായി തന്നെ നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ് HAL തേജസ് യുദ്ധവിമാനം. അതിന്റെ ഘടകങ്ങൾ ഓരോന്നും തന്നെ പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണ്. 2001 മുതൽ ഇത് ആദ്യ പരീക്ഷണ ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് 2005 ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമായ ഒരു യുദ്ധവിമാനം കൂടിയാണ് തേജസ് 2015 ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായ യുദ്ധവിമാനമാണ് തേജസ്. നിലവിൽ വ്യോമസേനയും നാവികസേനയും ഉപയോഗിക്കുന്ന ആ ഒരു വിമാനമാണ്. വിദേശ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ ഇന്ത്യ കയറ്റി അയക്കുന്ന ഒരു യുദ്ധവിമാനം കൂടിയാണ് തേജസ് യുദ്ധവിമാനം. ദുബായ് എയർ ഷോയുടെ ഭാഗമായി ഈ യുദ്ധവിമാനം പങ്കെടുക്കുന്നത് തന്നെ അഭിമാനകരമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അതിനിടെയാണ് ദൗർഭാഗ്യകരമായ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പറന്നുയർന്ന് ഈ ഏരിയൽ ഷോ നടന്ന് പുരോഗമിക്കുന്നതിനിടെയാണ് വിമാനം പറക്കുന്നതിനിടെ തന്നെ അതിൽ നിന്നും പുകപടലങ്ങൾ ഉയരുന്നതും തുടർന്ന് വിമാനം അതിവേഗം തന്നെ നിലം പതിക്കുകയുമാണ് ഉണ്ടായത്. അതിനിടെ പൈലറ്റിന് ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് വിമാനം നിലത്ത് എത്തുകയായിരുന്നു. പൈലറ്റ് ഈ വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്ര പോലും സമയം ലഭിക്കും മുമ്പ് തന്നെ വിമാനം നിലംപതിക്കുകയായിരുന്നു. ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ദുബായ് എയർ ഷോക്കിടെ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.